നമസ്കാരം. വയനാട് മാനന്തവാടിയിൽ രക്ഷിതാക്കൾ ഉറങ്ങിക്കിടക്കവേ അർദ്ധരാത്രിയിൽ 16-കാരിയായ പെൺകുട്ടിയെ വീട് വിട്ടിറക്കി കൊണ്ടുപോയി മദ്യവും ലഹരിയും നൽകിയ സംഭവത്തിൽ കൂടുതൽ പേർ വലയിലായി. കേസിൽ 2 പേർ കൂടി പോലീസ് പിടിയിലായതോടെ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 6 ആയി ഉയർന്നു. അഞ്ചുകുന്ന് കല്ലിട്ടാംകുഴി സ്വദേശിനി ജനീലിയ, കണിയാറം പാലാക്കുളി പോത്തനാട്ടിൽ AV അജിത്ത് എന്നിവരെയാണ് കഴിഞ്ഞ ബുധനാഴ്ച മാനന്തവാടി പോലീസ് കേസിൽ അറസ്റ്റ് ചെയ്തത്. ജനീലയ്ക്ക് 19 വയസ്സ് മാത്രമാണ് പ്രായം. നേരത്തെ ചൊവ്വാഴ്ച തൃശ്ശിലേരി മുത്തുമാരി സ്വദേശി റോബിൻ കെ ജോയി 20 വയസ്സ്, മാനന്തവാടി സ്വദേശികളായ അമൽ കൃഷ്ണ 20 വയസ്സ്, KV ജിതിൻ 22 വയസ്സ്, C അജിത്ത് കുമാർ 23 വയസ്സ് എന്നിവരെ പോലീസ് പിടികൂടിയിരുന്നു. കേസിൽ ഉൾപ്പെട്ട മറ്റു പങ്കാളികളെയും കൃത്യമായി തിരിച്ചറിഞ്ഞതോടെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും അതിവേഗത്തിലുള്ള അറസ്റ്റ് ഉണ്ടായത്. ഈ മാസം 12-ന് അർദ്ധരാത്രിയിലാണ് നാടിനെ നടുക്കിയ ക്രൂരമായ സംഭവം അരങ്ങേറിയത്. വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ പെൺസുഹൃത്ത് ഉൾപ്പെടെയുള്ള സംഘം തന്ത്രപരമായി പുറത്തേക്ക് വിളിച്ചിറക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ അയൽവാസിയും സുഹൃത്തുമായ പെൺകുട്ടിയാണ് അർദ്ധരാത്രിയിൽ ചായ കുടിക്കാൻ പോകാം എന്ന് വിശ്വസിപ്പിച്ച് 16-കാരിയെ രാത്രി 11 മണിക്ക് കൂടെ കൂട്ടിയത്. തുടർന്ന് പെൺകുട്ടിയെ വിജനമായ സ്ഥലത്തെത്തിക്കുകയും ബലമായി മദ്യം കുടിപ്പിക്കുകയും സിഗരറ്റ് വലിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ച നിർണായക വിവരങ്ങൾ. കുട്ടിയുടെ മയക്കവും നിസ്സഹായ അവസ്ഥയും മുതലെടുത്ത് ഇവർ വലിയ ക്രൂരതയ്ക്കാണ് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ലഹരിയുടെ പിടിയിൽപ്പെട്ട് പെൺകുട്ടിയുമായി പോയ സംഘം ഈ മാനന്തവാടി കണിയാറത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇതോടെയാണ് അർദ്ധരാത്രി നടന്നുകൊണ്ടിരുന്ന ഞെട്ടിക്കുന്ന അധോലോക സംഭവമൊക്കെ പുറം ലോകം അറിയുന്നത്. വനപകടത്തിൽ പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടം നടന്ന സ്ഥലത്ത് വെച്ച് അമൽ കൃഷ്ണയ്ക്കൊപ്പമാണ് നാട്ടുകാരും പോലീസും പെൺകുട്ടിയെ തിരിച്ചറിയുന്നത്. ഉടൻ തന്നെ മാനന്തവാടി പോലീസ് സ്ഥലത്തെത്തുകയും പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന പ്രതികളെ ഓരോ ആളുകളെയായി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. സംഭവത്തെക്കുറിച്ച് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്ന വിവരങ്ങൾ ഏറെ ഞെട്ടിക്കുന്നതാണ്. രാത്രി 11 മണിയോടെ മകൾ സാധാരണ പോലെ സ്വന്തം മുറിയിൽ ഉറങ്ങാൻ കിടന്നതാണെന്ന് കുടുംബം പറയുന്നു. എന്നാൽ അർദ്ധരാത്രി 1:30-യോടെ അപരിചിതനായ ഒരു ആൺകുട്ടി ഫോണിൽ വിളിച്ച് മകൾക്ക് വലിയൊരു റോഡപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായും മാനന്തവാടിയിൽ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റുകയാണെന്നും അറിയിക്കുകയായിരുന്നു. ഈ വിവരം പറഞ്ഞ് ഞെട്ടി വീട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് അടുക്കള ഭാഗത്തെ വാതിൽ തുറന്നിട്ടിരിക്കുന്നതായി കാണുന്നത്. ഭയന്നുപോയ മാതാപിതാക്കൾ ഉടനടി ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തി. ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട പെൺകുട്ടി ലഹരിയുടെ മയക്കം വിട്ടുമാറിയപ്പോഴാണ് അർദ്ധരാത്രിയിൽ തനിക്ക് നേരിട്ട ക്രൂരമായ അനുഭവം വീട്ടുകാരോട് തുറന്നു പറഞ്ഞത്. തനിക്ക് പരിചിതരായ പെൺസുഹൃത്തും 2 യുവാക്കളും ചേർന്ന് അർദ്ധരാത്രി വീടിന് പുറത്തേക്ക് വിളിച്ചിറക്കി കൊണ്ടുപോയതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. തന്നോട് ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞാണ് കൂട്ടിക്കൊണ്ടുപോയതെന്നും പിന്നീട് ലഹരി വസ്തുക്കൾ നൽകി അപായപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നും പെൺകുട്ടി വ്യക്തമാക്കുകയായിരുന്നു. അപകടത്തിൽ കാലിനും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റ 16-കാരി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയിൽ കഴിയുകയാണ്. കൗമാരക്കാരെ ലഹരി സംഘങ്ങൾ വലയിലാക്കുന്ന ഇത്തരം ഭയാനകമായ സംഭവങ്ങൾക്കെതിരെ ശക്തമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം.